ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ചേച്ചി യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ ഇടാത്തത്. ഒന്നാമത് എനിക്ക് തൊണ്ടവേദനയായിരുന്നു, മാത്രമല്ല ഞാൻ ഈ മെമ്പർഷിപ്പിൽ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. കാര്യമായ വീഡിയോ ആണ്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. എനിക്ക് ഈയിടെയായിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചേച്ചിയുടെ വീഡിയോയിലൊന്നും എന്തായാലും ഏൽക്കത്തില്ല, നമ്പർ ഒന്ന് താ എന്നുള്ളൊരു കമൻറ്റ്. എടാ പൊട്ട, എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ ഇടാൻ നമ്മളെ യൂട്യൂബേഴ്സിന് കുറച്ചൊരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹൈപ്പ് കൂട്ടിയാൽ മതി, അപ്പം തന്നെ ചാനലിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അപ്പം എല്ലാവരും വിചാരിക്കും അപ്പം എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട്, പിന്നെ ചേച്ചിക്ക് മാത്രം എന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വീഡിയോ ഇടുന്നത്, അതായത് പൈസ കൊടുത്ത ആൾക്കാരെ വീട്ടിൽ വിളിക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടതേയുള്ളൂ. ആ ചേച്ചി പച്ചക്കെല്ലാം പറയുന്നുണ്ട്, പക്ഷെ ആ ചേച്ചിയുടെ മോണിറ്റൈസേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരിൽ ആഡ് മറ്റേ ലിമിറ്റഡ് ആയിരിക്കും, അതായത് ക്യാഷ് അങ്ങനെ കിട്ടത്തില്ല. പിന്നെ അതങ്ങനെ വൈറലാവാനും ചാൻസ് ഇല്ല. ഒരു 2000-3000 വ്യൂസ് നിൽക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഇത്. എൻ്റെ പറയുന്നത് വീഡിയോ പിടിച്ചെന്നെ ഡിലീറ്റ് തന്നെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്ക് എത്രമാത്രം ഹൈപ്പായിരിക്കും ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് എന്നുള്ള കാര്യം. നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. പിന്നീട് ഇപ്പോൾ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇപ്പം തന്നെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുകയോ. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതായത് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യേണ്ട വീഡിയോ കോളും വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെ വേണം. എൻജോയ് ചെയ്യണം. രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തരാൻ പോകുന്നതെന്ന് ലാസ്റ്റ് വീഡിയോയിൽ ചിലപ്പോൾ നടുക്കാവാം. അങ്ങനെ വിചാരിച്ചത് കേട്ടപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാൻ നിൽക്കരുത്. വീഡിയോയുടെ ലാസ്റ്റോ നടുവിൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ തരും. പിന്നെ യൂട്യൂബിൻ്റെ കാര്യത്തിലാണ് മെമ്പർഷിപ്പിൽ എന്ന് പറയുന്നത്, ഞാൻ പച്ചക്ക് പറഞ്ഞ എല്ലാ വീഡിയോസും മെമ്പർഷിപ്പിലുണ്ട്. മാത്രമല്ല ചിലത് ഞാൻ കുറച്ചും കൂടെ കൂട്ടി പറഞ്ഞിട്ട് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ ആ കഥ തന്നെ അതൊന്ന് ചുരുക്കി കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും ഉണ്ടാവില്ല, അതിൽ സ്റ്റോറി എല്ലാം അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ എൻ്റെ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടു. അപ്പം തന്നെ എനിക്ക് കുറേ റിക്വസ്റ്റും കുറേ മെസ്സേജും കുറേ ഫോളോയിങ് ഒക്കെ തന്നെ വന്നു. ഞാൻ എല്ലാവരെയും വായിച്ചു വിട്ടു. അതിൽ അക്സെപ്റ്റ് ആക്കാൻ വേണ്ടി മാത്രം ഒരു മെസ്സേജ് എൻ്റെ കണ്ണിൽപ്പെട്ടു. ആ മെസ്സേജ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പം തന്നെ അക്സെപ്റ്റ് ആക്കി അദ്ദേഹമല്ല ആ പയ്യനെ ഞാൻ മെസ്സേജ് അയച്ചു. അങ്ങനെ ആ ചെക്കൻ എന്നോട് പറഞ്ഞു, ഞാൻ ചേച്ചിയെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അപ്പം തന്നെ എനിക്ക് ചേച്ചിയെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അതായത് ചേച്ചി ഫോട്ടോയിൽ അത്ര ഭംഗിയില്ല, എന്നാലും ഫോട്ടോയിൽ തന്നെ ഇത്ര ഭംഗി. പക്ഷെ ചേച്ചിയെ ഞാൻ നേരിട്ട് കണ്ട അന്ന് ഞാൻ ഞെട്ടിത്തെറിച്ചു. അത്രയ്ക്ക് ഇഷ്ടമായി. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ചേച്ചിക്ക് ലവ് ഒന്നുമില്ലാന്ന്. ലവ് ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടാ എന്ന് പറയുമ്പോൾ എൻ്റെ കിളി മൊത്തം പോയി. ഇത്രയും സൗന്ദര്യമുള്ള ചേച്ചി എങ്ങനെയാണ് ഇത്ര പ്രായമായിട്ടും, അതായത് അത്ര പ്രായമല്ല 22 വയസ്സ് വരെ എങ്ങനെയാണ് സിംഗിളായിട്ട് നടക്കുന്നത് എന്നായിരുന്നു ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കിളി മൊത്തം പരത്തിയിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് കാണുമ്പോൾ എനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാനും കൂടുതലായിട്ട്, അതായത് പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഇത്. ആണുങ്ങൾക്ക് ഒരു ടിപ്പായിക്കോട്ടെ. എന്താണെന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അവളിങ്ങനെ പൊക്കിയടിക്കുക. അതായത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നല്ല, അതായത് ഒരു കുറവ് വെച്ച് പൊക്കിയടിക്കുക. അതായത് ഇപ്പോൾ കറുത്ത പെൺകുട്ടികളാണ് നിങ്ങൾ ഇങ്ങനെ പറയാം, നീ കളറില്ലെങ്കിലും എന്ത് ഭംഗിയാ കാണാൻ വേണ്ടി. അഥവാ നല്ല വെളുത്ത പെൺകുട്ടിയാണെങ്കിലും നീ, അതായത് അവളുടെ വെളുപ്പിനെ കുറിച്ച് ചിലപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റർ ആയിരിക്കും. അപ്പോൾ നീ എന്ത് കളറാടി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ പിന്നെ അവളുടെ ഫ്ലോ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. അപ്പോൾ ഗേൾസിനെ പൊക്കി പറയുന്ന ആൾക്കാരെ ഗേൾസിന് പൊതുവെ വലിയ ഇഷ്ടമാണ്. അവർക്ക് താല്പര്യം കൂടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഗേൾസിന് മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം തന്നെ അവളെ ഗേൾസ് വളയാൻ ഇതിലും നല്ല ടിപ്സ് സ്വപ്നങ്ങളിൽ മാത്രം. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അങ്ങനെ അവൻ എനിക്ക് മെസ്സേജൊക്കെ അയച്ചു. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അങ്ങനെ ഒരു മാസങ്ങളിടയിൽ നമ്മൾ പ്രേമത്തിലായി. കാരണം അവൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് അത്രയ്ക്കും ഏത് പെൺകുട്ടികളും വീഴുന്ന രീതിയിലുള്ള മെസ്സേജ് ആയിരുന്നു. ഞാനെന്ന് വെച്ചാൽ കണ്ട ആൺകുട്ടികളൊന്നും അത്ര പേര് ഫ്രണ്ട്ഷിപ്പ് ഒന്നും കാണിക്കില്ല. ആരെങ്കിലും ബയ്യെ വന്നാൽ തന്നെ ഞാൻ ആട്ടി ഓടിക്കും. അത്രയ്ക്ക് ഇഷ്ടമുള്ളായിരുന്നു എനിക്ക് ഈ ബോയ്സിനെ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ നോട്ടവും എനിക്കറിയാം. ഞാൻ നല്ല അത്യാവശ്യം കളറും നല്ല ഷേപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ എൻ്റെ അടുത്ത് വരുന്നത് എന്തു പ്രതീക്ഷിച്ചിട്ടാണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എനിക്ക് നല്ല അനുഭവമുണ്ട്. ശരീരം കിട്ടിയതിന് ശേഷം എന്നെ വിട്ടിട്ട് പോയ കുറേ ആൺകുട്ടികളുണ്ട്. കുറേ ആൺകുട്ടികളല്ല, എന്നാലും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ ലവും ഒരു കുന്തവും വേണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്ന ടൈമായിരുന്നു ഇവൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവൻ്റെ സംസാരത്തിലാണെങ്കിൽ ഞാൻ വീണ് ഒഴുകിപ്പോയി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് മറക്കാൻ പറ്റില്ല. അവനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവനാണ് ശരിക്കും എന്നെ ഇഷ്ടപ്പെടേണ്ടത്. എനിക്ക് ലവ് ഉള്ളതൊന്നും
ഞാൻ അത്രത്തോളം സ്നേഹിച്ചിട്ടില്ല. ഇവനെ മാത്രമായിരുന്നു. ഇവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ആയി. അവൻ ആ ടൈം ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 6-7 മാസം നമ്മൾ ഗൾഫിൽ നിന്നും മെസ്സേജ് അയച്ചുകൊണ്ട് നല്ല ട്രൂ ആയിട്ട് എനിക്ക് അവനും ഞാനും മാത്രമായി. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോളും ചാറ്റും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ അപ്പുറം ഇപ്പുറം ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഏതുപോലുള്ള ആഗ്രഹം, ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം കഠിന ആഗ്രഹങ്ങളുണ്ടാവും. എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും, ഹഗ്ഗാക്കണം, അതുപോലെ എല്ലാ ആഗ്രഹങ്ങളും. നമ്മളെല്ലാ കാര്യവും പച്ചക്ക് കോളിൽ പറയായിരുന്നു. കാരണം എനിക്ക് അവൻ എന്നെയും ഒരിക്കലും കിട്ടത്തില്ല. അതായത് അവനെ എവിടെ, നമ്മുടെ നാട്ടിലാണെങ്കിൽ എങ്ങനെയെങ്കിലും കാണാൻ പറ്റും. ഇത് ഇവൻ ഗൾഫിലും ഞാൻ ട്രിവാൻഡ്രവും, ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ സ്നേഹം എത്ര ആഴത്തിലുണ്ടാവും. അതായത് നമ്മൾ ഇത്രയ്ക്ക് ആശിച്ച് ആ നേരിൽ കാണുമ്പോഴുള്ള നമ്മളൊരു സന്തോഷവും ആ ടൈമിൽ എന്ത് ചെയ്യണം എന്ന് തിരിയാത്തൊരവസ്ഥയും. ഞാൻ എല്ലാ ദിവസവും എപ്പോഴാണ് ഇവൻ പറഞ്ഞു ഇവൻ ഡിസംബറിൽ വരുമെന്നൊക്കെ, ഞാൻ എപ്പം ഏപ്രിൽ മുതൽ ഞാൻ വെയിറ്റ് ആക്കാൻ തുടങ്ങി. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, കറക്റ്റ് 8 മാസം. എനിക്ക് എന്ത് ചെയ്യണം ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഡിസംബറിൽ അവന് നാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കോളേജിൽ ആനുവൽ ഡേ ആയിരുന്നു. പറയണ്ടല്ലോ, പാരൻസും എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ എല്ലാ കാര്യം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് എവിടെ പാട്ടും കൂത്തും ഗാനമേളയും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ മെയിൻ ഉണ്ടാവും. അച്ഛൻ നല്ല രീതിയിൽ വെള്ളടിക്കും, അമ്മയും വെള്ളടിക്കും. എനിക്ക് ഇതുവരെ തന്നിട്ടില്ല, ടേസ്റ്റ് പോലെ എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ 22 വയസ്സായി. അങ്ങനെ നല്ല എൻജോയ് ചെയ്യുന്ന കുടുംബമായിരുന്നു. അപ്പൊ തന്നെ എവിടെ കോളേജ് ഉണ്ടെങ്കിലും എത്ര പൈസ, അതിന് എൻജോയ്മെന്റിന് വേണ്ടി അച്ഛൻ എത്ര പൈസ ആണെങ്കിലും കളയാൻ വിടില്ല. തിയേറ്ററിൽ ഏത് ഫിലിം ഇറങ്ങിയാലും ആദ്യം പോയി കാണുന്നത് എൻ്റെ ഫാമിലി ആയിരിക്കും. അങ്ങനെയുള്ള കുടുംബമായിരുന്നു എൻ്റെത്. അതുകൊണ്ട് തന്നെ അവരെന്തായാലും ആനുവൽ ഡേക്ക് പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, കോളേജിലുള്ള ഡാൻസ് പരിപാടി, അതിന് ഇവരെന്തായാലും പോകുന്ന എനിക്ക് ഉറപ്പായി. അപ്പൊ എനിക്ക് നല്ല ചാൻസ് ആയിരുന്നു. എൻ്റെ ചെക്കൻ്റെ പേര് അശ്വിൻ എന്നായിരുന്നു, എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ ഞാൻ അശ്വിൻ്റെ മെസ്സേജ് അയച്ചു. അതായത് അശ്വിൻ, ഇന്ന് നല്ല ചാൻസ് ആണ്. അവൻ നാട്ടിൽ വന്ന ഒരാഴ്ചയായി, എന്നെ കാണാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ കോളേജും ഉണ്ടായിരുന്നില്ല, സ്ട്രൈക്കായിരുന്നു. അങ്ങനെ ഞാൻ അശ്വിനോട് പറഞ്ഞു, അതായത് ഇവര് കോളേജിൽ എന്തായാലും പോവും, അപ്പൊ നമ്മൾക്ക് രണ്ടുപേർക്കും നല്ല ചാൻസ് ആണ്, എനിക്ക് നിന്നെയും നിനക്ക് എന്നെ കാണാൻ. ഞാൻ അവനോട് അപ്പം തന്നെ പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ച കാര്യങ്ങൾ. എനിക്ക് പറയാൻ പേടിയുണ്ടായിരുന്നു, കാരണം ഒന്നും നമ്മൾ പറഞ്ഞാൽ അത് നടക്കൂല എന്നല്ലേ. അതായത് ഓവർ ആഗ്രഹിച്ചാൽ അതൊക്കെ നടക്കൂല എന്നാണ് നമ്മുടെ പണ്ടത്തെ ആൾക്കാരുടെ ഒരു ഇത്. ഞാൻ അങ്ങനെ നല്ലോണം ആഗ്രഹിച്ചു. അവനോട് ഞാൻ പറഞ്ഞു, നമ്മൾ കോളിലൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നല്ലതും ചീത്തയായ കുറേ കാര്യങ്ങൾ ഒക്കെ തന്നെ നമുക്ക് നടത്തണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഇതൊക്കെ എവിടെന്നാ? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വീട് അവിടെ കാലിയാണ്, എൻ്റെ വീടും എൻ്റെ നാടും ഒക്കെ തന്നെ ഇപ്പൊ അവിടെ കാലിയാണ്, ആരുമില്ല വീട്ടിലൊക്കെ, നമുക്ക് അവിടെ പോവാം എന്നൊക്കെ പറഞ്ഞ് അവൻ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു വാച്ചും കുറേ ചോക്ലേറ്റും ഒരു ടെഡ്ഡി ബിയറും ഞാനൊരു ഇയർഫോണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയർഫോണും മാത്രമല്ല, ഞാൻ പറയാത്തൊരു ഹെഡ്സെറ്റും ഒക്കെ തന്നെ ഒരു പെട്ടി തന്നെ എനിക്ക് വേണ്ടി അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ കാറിൽ എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്തു. ഞാൻ അമ്മയുടെ കൂടെ ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അവൻ എന്നെ പിക്ക് ചെയ്തു. അവൻ്റെ കാറിൻ്റെ ബാക്കോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് റോസും ഒക്കെ മുഴുവൻ എൻ്റെ സാധനമാണ്. എനിക്ക് സന്തോഷമായി, അവനോടുള്ള ഇഷ്ടവും. അന്നായിരുന്നു അവൻ എന്നെയും ഞാൻ അവനെയും നേരിട്ട്, അവൻ എന്നെ കണ്ടിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ ആ കാറിനുള്ളിലുള്ള മണവും, അതായത് വേറൊരു ടിപ്പും കൂടെ ഞാൻ പറയാം. ഗേൾസിന് ഈ പെർഫ്യൂം അടിച്ച് വരുന്ന ആൺകുട്ടികളെ, അതായത് ഇപ്പോൾ കാറിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അടിപൊളി നല്ലൊരു പെർഫ്യൂമും വാങ്ങിച്ച് അവളെ ഫസ്റ്റ് മീറ്റിന് കൊണ്ടുപോകാം. അവൾ അപ്പം തന്നെ അഡിക്ഷൻ ആവും. അങ്ങനെ ഞാൻ അവൻ്റെ പെർഫ്യൂമിൽ ഒക്കെ തന്നെ അഡിക്റ്റായി. അവനിങ്ങനെ ഞാൻ 2 കണ്ണും മാറി മാറി ചുണ്ടും ഒക്കെ തന്നെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ ഡ്രൈവിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൈയൊക്കെ പിടിച്ചു. അവൻ്റെ ആ തണുത്ത കൈയും, എൻ്റെ ആണെങ്കിൽ ചൂടായിരുന്നു, എൻ്റെ ചൂട് കൈയൊക്കെ ടച്ച് ചെയ്തപ്പോൾ എൻ്റെ കിളി അങ്ങോട്ട് പോയി. അങ്ങനെ നേരെ തന്നെ എൻ്റെ വീടിൻ്റെ സൈഡിലൊരു വണ്ടി വെക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വണ്ടി വെച്ച് അവൻ്റെ ഓരോ സാധനവും എൻ്റെ വീട്ടിലോട്ട് ഇറക്കി. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യവും അന്ന് രാത്രി തീരുകയാണ്. അതായത് അവൻ എന്നെ സ്വർഗം തന്നെ കാണിച്ചു. മാത്രമല്ല അവനെ കാട്ടി ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കായിരുന്നു. ഒരു പെണ്ണിൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾ ചിന്തിച്ചോക്കെ. അതായത് അവൾക്ക് ഇഷ്ടപ്പെട്ട ചെക്കനെ അവൾ എന്ത് വില കൊടുത്തും അവനെ സുഖിപ്പിക്കും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അന്നത്തെ രാത്രി, പറയേണ്ടതില്ല. അപ്പോൾ ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾ ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിൽ വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ്
പിന്നെ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. 500 രൂപ പേ ചെയ്താൽ നിങ്ങളെ ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. രാത്രി കാലങ്ങളിൽ അടിപൊളി, ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ ടെൻഷനും മറന്ന് നിങ്ങൾക്ക് ഉറങ്ങാം. അത് അടിപൊളി ഗ്രൂപ്പാണ്. ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.